Good morning to all. Today we discussed new module, that is module number 3, Kerala Cooperative Society Act 1969. നമ്മളൊരു പുതിയ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് കിടക്കുന്ന കുറച്ച് ടേംസും അതേപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്റ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു മോഡ്യൂളാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റേറ്റ് കേരളയാണ്. സോ അതുകൊണ്ട് തന്നെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പം നമ്മൾ മെയിനായിട്ട് അതേക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്, അതില്ലെങ്കിൽ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇനി വരുന്ന മോഡ്യൂളുകളിലും അതേപോലെ ഈ മോഡ്യൂളിലുമാണ്. അപ്പോൾ ഈ മോഡ്യൂളിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ മോഡ്യൂളിലാണ്. മറ്റേത് നമ്മൾ നോർമലി എല്ലാ ആക്റ്റുകളും പഠിച്ചതുപോലെ തന്നെ നമ്മൾ KCSA എന്നുള്ള ആക്റ്റും സ്റ്റഡി ചെയ്തിരുന്നു. പക്ഷേ ഈ മോഡ്യൂളിലാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വൈഡനിങ് ആയിട്ട് ടോപ്പിക്കുകളെ കുറിച്ച് പഠിക്കണം. ഈ മോഡ്യൂളിൽ നമ്മൾ മെയിൻലി കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ, അതിൻ്റെ ഫോർമാലിറ്റീസ്, അതേപോലെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റീസ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, പിന്നെ നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അതായത് KCSAയിൽ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം, പിന്നെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, പിന്നെ നമ്മളതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, എൻക്വയറി, ഇൻസ്പെക്ഷൻ, അങ്ങനെ കുറേ ടേംസാണ് നമ്മൾ മെയിൻലി ഈ നമ്മുടെ KCSA ആക്ട് 1969 പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ തേർഡ് മോഡ്യൂളിലേക്ക് കിടക്കുകയാണ്. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു KCSA ആക്ട് 1969, ദാറ്റ് മീൻസ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. അപ്പോൾ നമ്മൾക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, നമ്മുടെ കൺട്രിയിലെയോ അല്ലെങ്കിൽ അതർ കൺട്രീസ് ഫോളോ ചെയ്യുന്നതല്ല, നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീനെ കുറിച്ചും അതിൽ വന്നിരിക്കുന്ന ചേഞ്ചസും കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഫോർമാലിറ്റീസ്, അതൊക്കെയാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മോഡ്യൂളിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മോഡ്യൂളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. അതേക്കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ബാക്കി നമ്മൾ അതിനേക്കാളും കുറച്ച് വൈഡനിങ് ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ് നമ്മൾ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് എന്തിനാണ് ഇനാക്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ കേരള സ്റ്റേറ്റിനെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തെങ്കിലും കൺസോളിഡേഷനോ അതേപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 ഇനാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് മെയിൻലി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ ആക്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പൊതുവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എല്ലാം യൂണിഫൈ ചെയ്യുക. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ്, ഇപ്പം നമ്മൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലും അല്ലെങ്കിൽ ഓരോ വില്ലേജിലും ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഡിഫറെൻറ്റ് ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഡിഫറെൻറ്റ് ലോസ് അല്ല, അതിന് പകരം എല്ലാത്തിനും കൂടി ഒരു ലോ, ദാറ്റ് മീൻസ് നമ്മുടെ ലോയ്ക്കും അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കോമൺ ആയിട്ട് വയ്ക്കുക. ദാറ്റ് മീൻസ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അണ്ടറിൽ വരുന്ന എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കും സെയിം ലോസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ KCSA ആക്ട് 1969 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഈ ആക്ടിൻ്റെയും മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്.
അതായത് നമ്മൾക്ക് സെൽഫ് ഗവേണൻസ്, ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, അതാണ് മെയിനായിട്ട് നോക്കുന്നത്. ദാറ്റ് മീൻസ് ഇക്വിറ്റീസ്, സോഷ്യൽ ജസ്റ്റിസ് അതേപോലെയുള്ള ഒബ്ജക്റ്റീവ്സ് എങ്ങനെ അച്ചീവ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ KCSA ആക്റ്റിൽ മെയിനായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി റൂൾസ് 1969, ദാറ്റ് മീൻസ് നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി റൂൾസ് 1969. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിലുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും 1 റൂൾ ഫോർ ഓൾ ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആ റൂള് എസ്റ്റാബ്ലിഷ് ചെയ്തതും ഈ 1969. അപ്പോൾ മിസ്സ് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഈ മോഡ്യൂളിൽ നമ്മൾ KCSAയുടെ റൂൾസിനെ കുറിച്ചും അതേപോലെ പ്രൊവിഷൻസിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു KCSA അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെന്നല്ല, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അത് നിലനിൽക്കുമോ, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ സ്കോപ്പും അതേപോലെ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് 15 മെമ്പേഴ്സ് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പറയാം ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. നമ്മൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുമ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രീമച്യൂർ ഡെത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് നല്ല രീതിയിൽ നിലനിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ, അതായത് ആ സ്ഥാപനം തുടങ്ങിയ ടൈമിൽ തന്നെ അത് ഡെത്ത് ആവാനുള്ള ചാൻസസ്, ദാറ്റ് മീൻസ് അത് നിർത്തി പോകാനായിട്ടുള്ള ചാൻസസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഓഫ് എന്താണ് അതിൻ്റെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ റൺ ചെയ്ത് പോകാനായിട്ട് പറ്റുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് പ്രീമച്യൂർ ഡെത്ത് സംഭവിക്കാനായിട്ടുള്ള കാരണങ്ങളുണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ പ്രോപ്പറായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് നല്ല കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് വർക്കിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുള്ളൂ, അത് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസസിലാണെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല. പക്ഷേ അത് നല്ല രീതിയിൽ റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷനിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇതേ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രജിസ്ട്രാറിനെ കുറിച്ചാണ്. സെക്ഷൻ 3 നമ്മുടെ ഈ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ രജിസ്ട്രാറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഗവൺമെൻറ് മേ ബി അപ്പോയിൻറ്റഡ് എ പേഴ്സൺ ടു ബി എ രജിസ്ട്രാർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ പറഞ്ഞിരുന്നു ഓരോ സ്റ്റേറ്റിനും, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ പ്രൊവിൻസ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പ്രൊവിൻസ് ആയിരുന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ആ ഓരോ പ്രൊവിൻസിനും ഓരോ സെപ്പറേറ്റ് രജിസ്ട്രാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ, നമ്മൾ ആ പ്രൊവിൻസിൽ നിന്ന് സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോഴും നമ്മുടെ ഓരോ സ്റ്റേറ്റിനും എന്താണ് സെപ്പറേറ്റ് രജിസ്ട്രാറിനെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഓരോ പെർട്ടിക്കുലർ സ്റ്റേറ്റിനും ഓരോ രജിസ്ട്രാർ ഉണ്ടായിരിക്കും. ആ രജിസ്ട്രാറിൻ്റെ അണ്ടറിലായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ വർക്കുകളും ഡൺ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ രജിസ്ട്രാറിൻ്റെ പെർമിഷനോട് കൂടിയായിരിക്കണം നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗവൺമെൻറ് ആണ് ഈ ഒരു രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാം ദ ഗവൺമെൻറ് മേ ബി ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ
all or any of the powers of registrar under this act. That means രജിസ്ട്രാർ സെക്ഷൻ 3 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പേഴ്സണ്, അതായത് രജിസ്ട്രാറിൻ്റെ പവർ എല്ലാം നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് പറ്റും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഓർഡർ പാസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ എല്ലാ പവറും ഒരു പേഴ്സണിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ഗവൺമെൻറ്റാണ് രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഓർഡർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓർഡർ പാസ്സാക്കിയിട്ടായിരിക്കും ഈ രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ രജിസ്ട്രാർക്കായിരിക്കും നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ ഫങ്ഷൻസിൻ്റെയും പവർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ എന്തൊരു കാര്യം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചെയ്യുന്നുണ്ടോ വിത്ത് ദ സാങ്ഷൻ ഓഫ് രജിസ്ട്രാർ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 3 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, അതായത് KCSA ആക്ട് 1969 പഠിച്ചു. എന്താണ് അതെന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 3 ആണ് നമ്മളിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സെക്ഷൻ 4. സെക്ഷൻ 4 പറയുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് സെക്ഷൻ 4 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സബ്ജക്റ്റസ് ടു ബി രജിസ്റ്റേർഡ് ഓൺ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ ആക്റ്റിൽ മെയിനായിട്ട് ദാറ്റ് മീൻസ് സെക്ഷൻ 4 ആക്റ്റിൽ മെയിൻലി ഡിസ്ക്രൈബ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, അതായത് KCSA ആക്ട് പ്രകാരം ഏതൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് മുഖേന ഓർഗനൈസ് ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ കാറ്റഗറിയിൽ വരുന്നത് ദാറ്റ് മീൻസ് ഈ 3 കാറ്റഗറിയിൽ വരുന്നത് ദാറ്റ് മീൻസ് മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് ഈ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മസ്റ്റ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969. നെക്സ്റ്റ് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 5 ആണ്. സെക്ഷൻ 5 പറയുന്നത് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾക്ക് ഈ ആക്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ ലയബിലിറ്റീസ് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്, അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയിരുന്ന സമയത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഓർഗനൈസേഷനും റൺ ചെയ്തു പോയിരുന്നു. പക്ഷേ ഈ ആക്ട് വന്നതിന് ശേഷമാണ് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഓർഗനൈസേഷൻ ദാറ്റ് മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാത്രം റൺ ചെയ്താൽ മതി എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് നമ്മുടെ ഈ സെക്ഷൻ 5 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ് നേരത്തെ പറഞ്ഞു ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഓർഗനൈസേഷന് മാത്രമേ ഇനി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് പണ്ട് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ടും എന്ത് ചെയ്തിരുന്നു, റൺ ചെയ്തിരുന്നു. പക്ഷേ ഈ ആക്ട് വന്നതിന് ശേഷം ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഓർഗനൈസേഷന് മാത്രമേ റൺ ചെയ്തു പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ കേസസ് കൊണ്ട് അവർക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ടാണ് മുന്നേ പോയിക്കൊണ്ടിരുന്നത്. അത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാങ്ഷൻ പ്രകാരം അവർക്ക് അത് വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഒരു സ്പെഷ്യൽ സാങ്ഷൻ പ്രകാരം അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടായിരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുമായിരുന്നു. ഈ 1969 ആക്ട് കഴിഞ്ഞിട്ട് വരുന്ന ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും രജിസ്റ്റേർഡ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. അതിന് മുന്നത്തെ എന്തോ ആയിക്കോട്ടെ സ്പെഷ്യൽ സാങ്ഷൻ പ്രകാരം നമുക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഈ ആക്ടിന് ശേഷം ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഓർഗനൈസേഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് അപ്ലിക്കേഷനാണ്. സെക്ഷൻ 6 അപ്ലിക്കേഷനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ്ലി മീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രജിസ്ട്രാർ ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾക്ക് രജിസ്ട്രാർ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം തരും. ആ ഫോം നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് നമ്മുടെ ബൈലോസ്, നമ്മൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കുറച്ച് ബൈലോസ് ഉണ്ട്. ആ ബൈലോസിൻ്റെ 3
കോപ്പിയും കൂടി അറ്റാച്ച് ചെയ്തിട്ടായിരിക്കണം നമ്മൾ തിരിച്ച് ഈ രജിസ്ട്രാർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത്, സെക്ഷൻ 6 അപ്ലിക്കേഷനാണ് പറയുന്നത്. അപ്ലിക്കേഷനിൽ മെയിൻലി പറയുന്നത് എന്താ, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രൊസീജിയറല്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ നമ്മൾ ഫസ്റ്റ് തന്നെ മീറ്റ് ചെയ്യേണ്ടത് രജിസ്ട്രാറിനെ ആയിരിക്കണം. രജിസ്ട്രാർ ഒരു നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ബേസിസിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് രജിസ്ട്രാർക്ക് നമ്മുടെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ബൈലോ അടങ്ങിയിരിക്കുന്ന 3 കോപ്പീസും കൂടി അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ രജിസ്ട്രാർക്ക് നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ മെമ്പർഷിപ്പ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ഫാമിലിയിലുള്ള 25% മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശ്രദ്ധിക്കുക, 25 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ആ 25 മെമ്പേഴ്സും ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഈസ് നോട്ട് അണ്ടർ ദ വൺ ഫാമിലി. ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആയിരിക്കരുത്. ഈസ് മസ്റ്റ് ബി ഇൻ എ ഡിഫറെൻറ്റ് ഫാമിലിയിലുള്ള 25 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അപ്ലിക്കേഷൻസ് ഫയൽ ചെയ്ത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ 25% ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞില്ലേ. ഈ 25%ഉം ഈ അപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണോ പേഴ്സൺസ്, ആ പേഴ്സൺസ് മസ്റ്റായിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇവരുടെ ബിഹാഫായിട്ട്, ദാറ്റ് മീൻസ് നമ്മൾ ഗവൺമെൻറ്റിന് വിശ്വാസമുള്ള ഒരു പേഴ്സണെയും കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ ഈ 25%ൻ്റെയും ബിഹാഫായിട്ട് അല്ലെങ്കിൽ ഇവരെ അണ്ടർ ദ കൺട്രോൾ എന്നും പറഞ്ഞ് ഒരു പേഴ്സണും കൂടി അതിൻ്റെ അകത്ത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ പറയില്ലേ ജാമ്യം നിൽക്കാന്നൊക്കെയുള്ളൊരു ഇത് പറയില്ലേ, അതാണ് ഇവരെ എല്ലാവരെയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും പ്രൊവിഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോബാക്സോ എന്തെങ്കിലുമൊക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിന് ഉത്തരവാദി ആയിക്കോളാം എന്നുള്ള രീതിയിൽ ഒരു മെയിൻ പേഴ്സണെയും കൂടി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ പേഴ്സണും ഈ അപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു പേഴ്സൺ എന്ന് പറഞ്ഞില്ലേ, ഈ പേഴ്സൺ ഗവൺമെൻറ്റിന് വിശ്വാസമുള്ള ഒരാളായിരിക്കണം. ഏതെങ്കിലും ഒരു പേഴ്സണെ പറ്റിയില്ല, ഗവൺമെൻറ്റിന് വിശ്വാസമുള്ള ഒരു ആളായിരിക്കണം. ദാറ്റ് മീൻസ് അവർ ചിലപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൊസൈറ്റിയിൽ കുറച്ച് പ്രസ്റ്റീജിയസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സണോ ആയിരിക്കണം. അപ്പോൾ ഈ പേഴ്സണും നമ്മുടെ ഈ അപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോറി മിസ്, നേരത്തെ സ്ലൈഡ് ഷെയർ ചെയ്തപ്പോൾ ഈ സെക്ഷൻസ് പറഞ്ഞു പോയെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീനാണ് കേട്ടോ മിസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 7 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മൾ രജിസ്ട്രാർ മുന്നേ അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻ കേസ് ഓഫ് ഇപ്പോൾ രജിസ്ട്രാർ അത് സാറ്റിസ്ഫൈഡ് ആണ്, ആപ്ലിക്കേഷനിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഇൻ കേസ് ഓഫ് രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടതാണ് that the application complies with the provisions of Act and rules. നമ്മൾക്ക് അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിൽ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടാണോ കറക്റ്റായിട്ടാണോ ഫില്ല് ചെയ്തെന്നുള്ളത് രജിസ്ട്രാർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ആർ ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്, നമ്മുടെ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി നമ്മുടെ സെക്ഷൻ 4 നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തില്ലേ, അത് പ്രകാരമാണോ പ്രൊപ്പോസ്ഡ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സ്. ദാറ്റ് മീൻസ് നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞ പോലെ. ദാറ്റ് മീൻസ് എന്താ നമ്മൾ പറയുന്നത്, 25% മെമ്പേഴ്സൊക്കെ ഉണ്ടായിരിക്കണം അതിൻ്റെ അകത്ത്, ഡിഫറെൻറ്റ് ഫാമിലീസിലുള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതെല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ നെക്സ്റ്റ് നോക്കേണ്ടതാണ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ്. ദാറ്റ് മീൻസ് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എടുത്തു, ഒരു സിംഗിൾ ഏരിയയിൽ തന്നെ 2 കോപ്പറേറ്റീവ് സൊസൈറ്റി സെയിം പർപ്പസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. ദാറ്റ് മീൻസ് ഒരു ഏരിയയിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഫോം ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ മേലെ വേറൊരു സൊസൈറ്റിയുടെ ഓവർലാപ്പിങ് വരാനായിട്ട് പാടില്ല. അത് ഈ രജിസ്ട്രാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ദ പ്രൊപ്പോസ്ഡ് ബൈലോ ആർ നോട്ട് കോൺട്രാഡിക്ട് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് റൂൾസ്.
അപ്പോൾ ഈ പോയിന്റിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൈലോസ് നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബൈലോസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആ ബൈലോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിന് ഒരിക്കലും എതിരായിട്ട് ആവരുത്. അത് മീൻസ് കോൺട്രറി ആയിട്ടായിരിക്കരുത് നമ്മുടെ പ്രൊപ്പോസ്ഡ് ഒബ്ജക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊപ്പോസ്ഡ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറയുന്നതാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നമുക്ക് എന്തൊക്കെ പ്രിസ്ക്രൈബ്ഡ് സൗണ്ട് മൈൻഡാണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക്, ദാറ്റ് മീൻസ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു ബൈലോ ഉണ്ട്, ആ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുൾഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് 90 ഡേയ്സിന് ഉള്ളിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ റെസിപ്റ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് രജിസ്ട്രാറാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 90 ഡേയ്സ് വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സെക്ഷൻ 7 പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് രജിസ്ട്രാർ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റീവ്സും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഓരോ ഏരിയയിൽ തന്നെ ഓരോ ഉദ്ദേശത്തോടുകൂടി തന്നെ 2 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരാനായിട്ട് പാടില്ല. ദാറ്റ് മീൻസ് സിമിലർ ടൈപ്പ് സൊസൈറ്റീസ് മറ്റൊരു സൊസൈറ്റീനെ ഓവർലാപ്പ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണോ നമ്മുടെ ബൈലോസ് പറയുന്നത് ആ ബൈലോസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന് എതിരെയായിട്ട് നമ്മളൊന്നും പ്രവർത്തിക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾക്ക് സൗണ്ട് മൈൻഡുള്ള സൊസൈറ്റി ആയിട്ടായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫുൾഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് 90 ഡേയ്സിനുള്ളിൽ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞില്ലേ, ഇൻ കേസ് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് ആ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ അവരവിടെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു രജിസ്ട്രാർക്ക് റെഫ്യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടെന്ന്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 90 ഡേയ്സിനുള്ളിലാണ് രജിസ്ട്രാർ ഈ ആപ്ലിക്കേഷനുള്ള മറുപടി പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 90 ഡേയ്സ് ആയിട്ടും രജിസ്ട്രാർ ഇതിൽ നിന്ന് ഒരു പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് തന്നെ രജിസ്ട്രാറിന് മുന്നേ, അതായത് നേരെ നമുക്ക് രജിസ്ട്രാറിന് മുന്നേ പോയിട്ട് ചോദിക്കാം എന്താണ് ഞങ്ങളുടെ ആക്സെപ്റ്റ് ചെയ്തോ, ആക്സെപ്റ്റ് ആണോ റിജക്ഷൻ ആണോ എന്ന് ചോദിക്കാം. അവിടെ നിന്ന് രജിസ്ട്രാറിൽ നിന്നും ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് ചെന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് സെക്ഷൻ 7 അപ്പോൾ നമ്മൾ 1 to 7 വരെയുള്ള സെക്ഷനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ 7 സെക്ഷൻ ഇന്ന് ഡിസ്കസ് ചെയ്തു. ബാക്കി കുറച്ചുകൂടി സെക്ഷൻസ് ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മിസ് ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ നമ്മളിന്ന് പുതിയ മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്തത്. മോഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് KCSA ദാറ്റ് മീൻസ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 കുറിച്ച് പറഞ്ഞു. 1969 നമ്മൾ പറഞ്ഞു കേരള സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആക്റ്റാണ് 1969 KCSA 1969 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീനെ കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു പ്രൊസീജിയറാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് സെക്ഷൻസ് ആണ് വരുന്നത്. സെക്ഷൻ 3 മുതൽ, ദാറ്റ് മീൻസ് ഒരു രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് മുതലുള്ള സെക്ഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. അപ്പോൾ സെക്ഷൻ 3 to 7 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ബാക്കി സെക്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളിന്ന് ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്താണ് KCSA ആക്ട് 1969 അതേപോലെ തന്നെ
രജിസ്ട്രേഷൻ പ്രൊസീജിയറിൻ്റെ സെക്ഷൻ 3, 4, 5, 6 ആൻഡ് 7 ഇതാണ് നിങ്ങളിന്ന് നോട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. താങ്ക് യു.